നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. നേമത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ നിലപാട് വ്യക്തമാക്കി മന്ത്രി വി ശിവൻകുട്ടി. മത്സരിക്കാനില്ലെന്ന നിലപാട് വ്യക്തിപരം. പാർട്ടി തീരുമാനം എന്താണോ അത് അനുസരിക്കും. പുനർജനി ഭവന നിർമ്മാണ പദ്ധതി കേസിൽ പ്രതിപക്ഷ നേതാവിനെ ശരിക്കും പേടിക്കേണ്ടി വരുമെന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും വി ശിവൻകുട്ടി. CPIക്കെതിരെ ആഞ്ഞടിച്ച് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ. കേരളത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു വാർഡിൽ പോലും ജയിക്കാത്ത CPI ഉത്തരം താങ്ങുന്ന പല്ലി എന്ന പരിഹാസം. ബിനോയ് വിശ്വം പലപ്പോഴും തരം താഴ്ന്ന പ്രസ്താവനകൾ ഇറക്കുന്നു. മണ്ണൂരിലുണ്ടായ തിരിച്ചടി CPI പാഠമാക്കണമെന്നും S. അജയ്കുമാർ. വരോടെ വീട്ടാമ്പാറയിൽ വിദ്യാർത്ഥിയുടെ കാലിന് പരിക്കേറ്റത് പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചെന്ന് പ്രാഥമിക സ്ഥിരീകരണം. വിദഗ്ധ സംഘം സ്ഫോടനമുണ്ടായ സ്ഥലത്തെ പരിശോധന നടത്തി. പാതയോരത്ത് കിടന്നിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് വീട്ടാമ്പാറ ചുങ്കത്ത് വീട്ടിൽ 11 വയസ്സുള്ള ശ്രീഹർഷനെ പരിക്കേറ്റത് ഞായറാഴ്ച വൈകിട്ട്. വലതുകാലിനെ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. INTUC സംസ്ഥാന തെരഞ്ഞെടുപ്പ് കോടതിയുടെയോ അഡ്വക്കേറ്റ് കമ്മിറ്റിയുടെയോ മേൽനോട്ടത്തിൽ നടത്തണമെന്ന യൂണിയൻ മുൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ചിങ്ങനൂർ മനോജ്. ട്രേഡ് യൂണിയനിൽ സമാന്തര കമ്മിറ്റിക്ക് നീക്കമുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതം. സംസ്ഥാന പ്രസിഡന്റിനെതിരെ INTUCയിൽ അഫിലിയേറ്റ് ചെയ്ത പല സംഘടനകളും വിഷയത്തിലാണെന്നും ചിങ്ങനൂർ മനോജ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നേമത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ നിലപാട് വ്യക്തമാക്കി മന്ത്രി വി ശിവൻകുട്ടി. നേമത്തെ മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനം എന്താണോ അത് അനുസരിക്കുമെന്ന് ശിവൻകുട്ടി പറഞ്ഞു. നേമത്ത് മത്സരിക്കാനില്ലെന്ന് നേരത്തെ മന്ത്രി സൂചിപ്പിച്ചിരുന്നു. പുനർജനി പദ്ധതി വിവാദത്തിലും മന്ത്രി തൃശൂരിൽ പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ വി ശിവൻകുട്ടിയെ തന്നെ CPM സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്ന റിപ്പോർട്ടിനിടെയാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. നേമത്ത് മത്സരിക്കാനില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയ ശിവൻകുട്ടി പാർട്ടി തീരുമാനം എന്താണോ അത് അനുസരിക്കുമെന്ന് തൃശൂരിൽ പറഞ്ഞു. ഇടതുമുന്നണിയായിരിക്കും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനമെടുക്കുക. പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് തൻ്റെ തീരുമാനമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. എൻ്റെ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ഇരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM നിയമത്താരെ മത്സരിക്കണോ തീരുമാനിക്കുമോ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ വരുന്നത്. അല്ല ഞങ്ങളൊന്നും ആദ്യമേ സ്വന്തമായിട്ട് പ്രഖ്യാപിക്കുന്നവരല്ലല്ലോ. ഞങ്ങൾ ഇന്നടുത്ത് മത്സരിക്കാൻ വേണ്ടി പോകുന്നു. പാർട്ടി തീരുമാനത്തിനൊപ്പം തന്നെ ആയിരിക്കും. ഇത്രയും നാൾ 40 വർഷക്കാലമായി പാർട്ടി എടുത്ത തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. ഏത് കാര്യത്തിലും പാർട്ടി എടുക്കുന്ന തീരുമാനം തന്നെയാണ് എൻ്റെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത്. പുനർജനി പദ്ധതി വിവാദത്തിലും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ശബരിമലയിൽ നടന്നതുപോലെയുള്ള കൊള്ളയാണ് പുനർജനി പദ്ധതിയിലും നടന്നതെന്നും 19 കോടിയുടെ ആക്ഷേപമാണ് വന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾക്കെതിരെ ഒരു വിജിലൻസ് അന്വേഷണം നടത്തുമ്പോൾ അത് കാര്യമില്ലാതെ ആയിരിക്കില്ലല്ലോ എന്നും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അങ്ങനെയൊരു റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ കഴിയില്ലല്ലോ എന്നും ശിവൻകുട്ടി പറഞ്ഞു. രാജ്യം കടന്നുള്ള കാര്യമായതുകൊണ്ടാണ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. അതിൽ ഭയക്കുന്നത് എന്തിനാണ്? പേടിച്ചുപോയെന്ന് സതീശൻ പറഞ്ഞതിനെ ലളിതവൽക്കരിക്കേണ്ട. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ കഴിയില്ല. ബോധപൂർവം പ്രതിപക്ഷ നേതാവിനെതിരെ അടിസ്ഥാനരഹിതമായ കുറ്റം ചുമത്താൻ കഴിയില്ലെന്നും വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. ഒരു രാഷ്ട്രീയ ആയുധമാക്കേണ്ട കാര്യമില്ല. ശബരിമല നടന്നതിന് തുല്യമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. ശബരിമലയിൽ നടന്ന പോലുള്ള ഒരു കൊള്ള തന്നെയാണ് ഈ പുനർജനി സംഭവത്തിൽ നടന്നിട്ടുള്ളത്. 19 കോടി രൂപയുടെ ആക്ഷേപമാണ് വന്നിട്ടുള്ളത്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അതേപോലുള്ള ഒരു സ്ഥാനം പ്രോട്ടോകോൾ പ്രകാരം ഉള്ളതാണല്ലോ. ഒരു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം സംസ്ഥാനത്തിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുമ്പോൾ അതെങ്കിലും കാര്യമില്ലാതെയും അല്ലെങ്കിൽ ബോധപൂർവ്വം രാഷ്ട്രീയം വെച്ചുകൊണ്ട് വിജിലൻസിൻ്റെ ഒരു സംസ്ഥാന ഉദ്യോഗസ്ഥന്മാർ എഴുതി എന്തെങ്കിലും കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ കൊടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ എന്തിനാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? സംസ്ഥാനത്തിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം വരോടെ വീട്ടാമ്പാറയിൽ വിദ്യാർത്ഥിയുടെ കാലിന് പരിക്കേറ്റത് പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചെന്ന് സ്ഥിരീകരണം. പോലീസും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും
തിങ്കളാഴ്ച സ്ഥലത്തെത്തി നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. നല്ല സൗണ്ട് ആയിരുന്നു. അപ്പോൾ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ വന്നത്. ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഓടി വരിക ചെയ്ത്. അപ്പോൾ അമ്മയും കുട്ടിയും മാത്രമായിരുന്നു. കുട്ടിയുടെ കാലിന് ചോര വരുന്നുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് ഞങ്ങൾ വെള്ളം കൊടുത്ത് അവിടെ ഇരുത്തി, ഒരു ചെയർ ഇട്ടിട്ട്. പിന്നെ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നെ വിളിക്കുകയും ചെയ്തത് ഓട്ടോയിൽ വന്നിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇത്രയും പെട്ടെന്ന് നല്ല സൗണ്ട് കേട്ടുകൊണ്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഇങ്ങനെ കരച്ചിൽ. വീട്ടാമ്പാറ ചുങ്കത്ത് വീട്ടിൽ 11 വയസ്സുള്ള ശ്രീഹർഷനാണ് ഞായറാഴ്ച വൈകിട്ട് 6:30 സ്ഫോടനത്തിൽ പരിക്കേറ്റത്. അമ്മയ്ക്കൊപ്പം നടന്നുപോകുന്നതിനിടെ പാതയോരത്ത് കിടന്നിരുന്ന പന്തുപോലെ തോന്നിപ്പിക്കുന്ന ഉരുണ്ട വസ്തു കുട്ടി കാൽകൊണ്ട് തട്ടുകയായിരുന്നു. തട്ടിയ ഉടൻ തന്നെ വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടായി. ശ്രീഹർഷൻ്റെ വലത്തെ കാൽപാദത്തിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ജയപ്രകാശ് ജിഷ ദമ്പതികളുടെ മകനാണ് ശ്രീഹർഷ്. വരോട് AUP സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർ അജീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷണം ആരംഭിച്ചത്. തിങ്കളാഴ്ച രാവിലെ ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംയുക്ത പരിശോധനയിലാണ് പൊട്ടിത്തെറിച്ചത് പന്നിപ്പടക്കമാണെന്ന് പ്രാഥമികമായി സ്ഥിരീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒരു പ്രത്യേകതരം രാഷ്ട്രീയ സ്വഭാവമുള്ള പാർട്ടിയായി CPI മാറിയെന്നും കേരളത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു സീറ്റ് പോലും ആ പാർട്ടിക്ക് ലഭിക്കില്ലെന്നും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ CPI നിലംപരിശാവുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും അജയ്കുമാർ കുറ്റപ്പെടുത്തി. മണ്ണൂരിൽ CPIM നേതാവ് K. കരുണാകരൻ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം CPM-ന്, ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നവരുമായ ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി CPI മാറി. ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് CPI-ക്കാർക്കുള്ളത്. ഉത്തരം ഇങ്ങനെ അതിൽ അടി വയ്ക്കുമ്പോൾ ഞാൻ ഉണ്ടാവുകൊണ്ടാണ് ഇത് താങ്ങുന്നത്. കേവലം 5% വോട്ട് മാത്രമാണ് ഈ കേരളത്തിൽ നിങ്ങൾക്കുള്ള ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല CPI. ഒരു അസംബ്ലി മണ്ഡലത്തിൽ പോയിട്ടൊരു പഞ്ചായത്തിൽ വേണ്ടേ? ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞല്ലേ മണ്ണൂർ പഞ്ചായത്ത് മത്സരിച്ചത്. എന്നിട്ടിപ്പോ എന്തായി? അഹങ്കാരം, ധാർഷ്ട്യം, അതിരുകടന്ന അവകാശവാദത്ത് മണ്ണൂർ പഞ്ചായത്തിൽ അന്ത്യം കുറിക്കുന്ന CPI-യെ ഏതാണ്ട് എന്താ പറയാ, നിലം പരിശാക്കുന്ന രൂപത്തിലുള്ള ഒരു ജനവിധിയായി ഇവിടെ മാറിയിരിക്കുന്നു. ഇതാണ് CPI. മനോരമയിൽ, മാതൃഭൂമിയിൽ വാർത്ത വരാൻ വേണ്ടി CPM-നെതിരായ എന്തെങ്കിലും പറയുന്നത് ബിനോയ് വിശ്വം ഒരു കലയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു അടി നടന്നാൽ അതിലൊരു ഭാഗത്ത് SFI ഉണ്ടായാൽ അതിന്റെ കാര്യകാരണം എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു നാലാംകിട രാഷ്ട്രീയ നേതാവിനെ പോലെയാണ് ബിനോയ് വിശ്വം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ CPM ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഗ്രാമ, ജില്ലാ, ബ്ലോക്ക് ജനപ്രതിനിധികളെ കരുണാകരൻ സ്മാരക വായനശാലയ്ക്ക് വേണ്ടി S. അജയ്കുമാർ ആദരിച്ചു. ലൈബ്രറിയൻ നിഷ കരുണാകരൻ സ്മാരക വായനശാലയ്ക്ക് 10,000 രൂപ വിലയുള്ള പുസ്തകങ്ങൾ കൈമാറി. PS. അബ്ദുൾ മുത്തലിബി, പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി, MK ബാലകൃഷ്ണൻ, P. അബ്ദുൾ ഹക്കീം, വാർഡംഗം IL ജയന്തി, A. സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാരണാകുഷിയിൽ നിയന്ത്രണം വിട്ട ഗുഡ്സ് ഓട്ടോ പാതയിലെ അഴുക്കുചാലിലേക്ക് തലകീഴായി മറിഞ്ഞു. വാരണാകുഷിയിലെ പരുത്തിപ്പറ റോഡിൻ്റെ പ്രവേശന ഭാഗത്തായാണ് അപകടം സംഭവിച്ചത്. കുളപ്പുള്ളി ഭാഗത്തുനിന്നും ഓങ്ങല്ലൂരേക്ക് പോകുകയായിരുന്ന ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സ തേടി. തൃശൂർ മുണ്ടൂർ കൊട്ടേക്കാട്ട് റോഡിൽ നിയന്ത്രണം വിട്ട വാഹനം സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമതിലിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച് അപകടം. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചത്. കർണാടക സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുവായൂർ ഭാഗത്തേക്ക് ദർശനത്തിനായി പോവുകയായിരുന്നു ഇവർ. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം.
അപകടത്തിൽ വാഹനത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. ഇലക്ട്രിക് പോസ്റ്റ് പൂർണ്ണമായും തകർന്നു. മതിൽ ഇടിച്ചു തകർത്ത നിലയിലാണെങ്കിലും ഭാഗ്യവശാൽ വാഹനത്തിലുണ്ടായിരുന്നവർ സാരമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. INTUC സംസ്ഥാന തെരഞ്ഞെടുപ്പ് കോടതിയുടെയോ അഡ്ഹോക് കമ്മിറ്റിയുടെയോ മേൽനോട്ടത്തിൽ നടത്തണമെന്ന് യൂണിയൻ മുൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ചിങ്ങനൂർ മനോജ്. INTUCയിൽ സമാന്തര കമ്മിറ്റിക്ക് നീക്കമുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ചിങ്ങനൂർ മനോജ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. INTUC സംസ്ഥാന കമ്മിറ്റിയുടെ 3 വർഷ കാലാവധി കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ജില്ലകളിൽ നിന്ന് അംഗത്വപിരിവ് നടത്തിയിട്ടും കേന്ദ്രവിഹിതമായ 4 കോടി സംസ്ഥാന കമ്മിറ്റി കൊടുക്കാത്തത് സംബന്ധിച്ച് കോടതിയിൽ കേസുണ്ട്. നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരനെതിരെ തോട്ടണ്ടി ഇറക്കുമതിയിൽ ഉൾപ്പെടെ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനെതിരെ INTUCയിൽ അഫിലിയേറ്റ് ചെയ്ത സംഘടനകളിൽ പലതും പ്രതിഷേധത്തിലാണ്. കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് നടന്ന INTUC സമരത്തിലെ ആത്മാർത്ഥതയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ആശാസമരം, നഴ്സ് സമരം എന്നിവയിലെടുത്ത നിലപാടും ചോദ്യം ചെയ്യപ്പെടുന്നവയിൽ ഉൾപ്പെടും. കേരളത്തിലെ KSEB, KSRTC ഉൾപ്പെടെ തകർച്ചയിലേക്ക് പോകുമ്പോഴും INTUC ശക്തമായി ഇടപെടൽ നടത്തുന്നില്ലെന്ന ആരോപണമുണ്ട്. INTUCയെ ശക്തിപ്പെടുത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് സമിതി രൂപീകരിച്ചത്. ഇത് INTUCക്കെതിരായ റിബലല്ല. യൂണിയനിൽ അഫിലിയേറ്റ് ചെയ്ത അംഗബലം കൂടുതലുള്ള സംഘടനകൾ സമിതിക്കൊപ്പമാണെന്നും ചിങ്ങന്നൂർ മനോജ് കൂട്ടിച്ചേർത്തു. പിന്നെ നമ്മൾ ഈ പറയുന്ന കോടതി കൊടുത്തിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. CBIയിൽ അദ്ദേഹത്തിന്റെ പേരിൽ കേസുള്ളത് കോടതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ CJM കോടതിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുകൊണ്ട് എറണാകുളം CJM കോടതിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ കണ്ടംപ്റ്റ് നിലനിൽക്കുന്നത്. അങ്ങനെ ആള് വീണ്ടും പര്യവേക്ഷണം നടത്താൻ പാടില്ല എന്നാണ് നമ്മളന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം 18 വർഷമായി തുടരുകയാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള കണ്ടംപ്റ്റൊക്കെ നിങ്ങൾ വാർത്തയായി കൊടുത്തിട്ടുള്ളതാണ്. അതൊന്നും നമ്മൾ പുതിയതായിട്ട് കണ്ടെത്തിയ കാര്യങ്ങളല്ല. അപ്പോൾ അടുത്ത അഖിലേന്ത്യാ പ്ലീനറി സമ്മേളനത്തിന് മുമ്പുള്ള നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൃത്യമായി കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തണം എന്നാണ് നമ്മൾ ആവശ്യം. ഒറ്റയടിക്ക് ഞങ്ങൾ 150 ബസ് വഴി വാങ്ങുന്നതാണ്. പക്ഷെ ഒറ്റയടിക്ക് ശമ്പളം കൊടുത്താൽ മതിയായിരുന്നു. അതിനുപോലും കഴിയാത്ത അവസ്ഥയാണ് കേരളത്തിലെ KSRTC തകർന്ന് തരിപ്പണായി കഴിയും. കെട്ടുകാര്യസ്ഥത കൊണ്ട് മാത്രമാണ് KSRTC അങ്ങനെ ആകുന്നത്. അല്ലാണ്ട് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. തൊഴിലാളികൾ 2-3 ഷിഫ്റ്റ് തുടർച്ചയായിട്ട് ജോലി ചെയ്യണം. എന്നിട്ടും അത് വലിയ അപകടമാണ്. അങ്ങനെ തുടർച്ചയായിട്ട് ഡ്രൈവർമാരെ കൊണ്ടും കണ്ടക്ടർമാരെ കൊണ്ടും ജോലി ചെയ്യുന്നതാണ് വലിയ അപകടമാണ്. കാരണം ഒരാൾക്ക് 8 മണിക്കൂർ കഴിഞ്ഞാൽ റെസ്റ്റ് കിട്ടുന്നതിൽ അത് വലിയ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഭാരവാഹികളായ PP വിജയകുമാർ, സുമ കൊല്ലങ്കോട്, ഷിബു താവളം, K. ആദംകുട്ടി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ കുളമ്പ് മുക്ക് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ക്വാറി പ്രവർത്തനം ജീവന് തന്നെ ഭീഷണിയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ 7ാം വാർഡിൽ പെട്ട കുളമ്പ് മുക്ക് പ്രദേശമാണിത്. ഈ പ്രദേശത്ത് കാലാകാലങ്ങളായി നിൽക്കുന്ന ഒരു വിഷയത്തിനെ സംബന്ധിച്ചാണ് ഇവിടെ ജനങ്ങൾ കൂടിയിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഇവിടെ 2 ക്രഷറുകളാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ക്രഷറുകൾക്കുള്ള വണ്ടി വരുന്നതും പോകുന്നതും ഈ വഴി കൂടെയാണ്. കുറേ കാലങ്ങളായിട്ട് ഈ പൊടിയും തിന്നിട്ട് ഇവിടുത്തെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുകയാണ്. എന്നാൽ ഇത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കോ ഇതിനെക്കുറിച്ച് പറഞ്ഞാലോ അവരോട് ചർച്ച ചെയ്താലോ അവർക്ക് യാതൊരുവിധ ഒരു ബന്ധമില്ലാത്ത രൂപത്തിൽ അവരതിനെ അങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യം ഇന്നിപ്പോൾ ഇവിടെ കൂടിയതിൻ്റെ മെയിൻ ആവശ്യം ഇവിടെ വണ്ടികളൊക്കെ തടുത്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ ആവശ്യം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഒരിക്കലും ഈ റോഡ് കൂടെ ഇനി വണ്ടികൾ പോവില്ല. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ കുളമ്പ് റോഡ് കൂടെ ഇതിൽ ഇനി വണ്ടി പോകണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിൽ ദിവസവും ആശുപത്രി കിടക്കയിലാണ്. ഇവിടുത്തെ വീട്ടിലെ പല രോഗികളുമായിട്ട് പലരും ആശുപത്രി കിടക്കയിലാണ്. സദേൺ സഹാറ, സെൻറ്റ് മേരീസ് എന്നീ ക്രഷറുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളിൽ നിന്ന് പൊടി ശ്വസിച്ച് പ്രദേശവാസികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾക്ക് അപകട ഭീഷണി ഒരുങ്ങുന്നു എന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. അധികാരികളുടെ മുന്നിൽ വെക്കുന്ന ആവശ്യം എത്രയേ ഉള്ളൂ. ഈ വാർഡിൽ 7ാം വാർഡിൽപ്പെട്ട ഈ പരിസരത്തു നിന്നും മദ്രസയിലേക്കും സ്കൂളിലേക്കുമായിട്ട് കുട്ടികൾ ഇവിടുന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് പോലും ഇവിടെ ഇത്രയും ഈ 20-25 ടണ്ണും വെച്ച വണ്ടികൾ ഈ ഗ്രാമീണ റോഡ് കൂടെ 2 വശത്തു കൂടെ പാസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് സൈഡിലേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കാൻ പോകുന്ന സ്ഥലമല്ല.
നിങ്ങൾക്ക് ഞങ്ങളുടെ അവസ്ഥ അറിയണമെങ്കിൽ കാലത്ത് ഈ വണ്ടികൾ പോകുമ്പോൾ ഏതെങ്കിലും പത്രക്കാരോ ഇവിടുത്തെ അധികാരികളോ ഒന്ന് വന്നാൽ മതി. ഞങ്ങളുടെ മക്കള് ഈ ചാലിലേക്ക് ചാടിയിട്ടാണ് രക്ഷപ്പെടുന്നത് ഈ വണ്ടികളുടെ ഇടയിൽ നിന്ന്. ഞങ്ങൾക്ക് ഈ ക്രഷറിൽ നിന്ന് ഓടുന്ന വാഹനങ്ങളുടെ പ്രശ്നമാണ്. പൊടി അത്രയും കൂടുതലാണ് വരുന്നത്. പിന്നെ ഈ റോഡിന് നിശ്ചയിച്ചിട്ടുള്ള ഭാരത പരിധിയേക്കാൾ കൂടുതലാണ് ഈ റോഡിലൂടെ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ബോൾഡറൊക്കെ അത്രയും കൂടുതലായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത്രയും പൊടി ശ്വസിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ദുരിതം കാണാൻ ഈ ക്രഷറുകാരോ അല്ലെങ്കിൽ മറ്റോ ആരോ ഇതിന് തയ്യാറായി വരുന്നില്ല. അപ്പോൾ അതും കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഒരു പ്രക്ഷോഭമായിട്ട് ഇവിടെ ഇത്രയും ജനങ്ങൾ കൂടിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സിനിമാ നടനും പ്രൊഡക്ഷൻ കൺട്രോളറുമായ കണ്ണൻ പട്ടാമ്പി നിര്യാതരായി. വൃക്ക മാറ്റിവെക്കലിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന കണ്ണൻ തിങ്കളാഴ്ച സ്വവസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. 20-ൽ പരം ചിത്രങ്ങളിൽ കണ്ണൻ പട്ടാമ്പി അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ വേഷങ്ങളിലാണെങ്കിലും കണ്ണൻ പട്ടാമ്പി അഭിനയരംഗത്തെ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന നിലയിലും നടനുമായും 20-ൽ പരം ചിത്രങ്ങളിലാണ് കണ്ണൻ അഭിനയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ആർമി ഓഫീസറും നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്ത മേജർ രവിയുടെ അനുജനാണ് കണ്ണൻ പട്ടാമ്പി. തിങ്കളാഴ്ച പുലർച്ചെ ഞാങ്ങാട്ടിയിലെ സ്വവസതിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. വൃക്ക മാറ്റിവെക്കലിനെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. 62 വയസ്സ് പ്രായമുണ്ട്. സിനിമ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ളവർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഞാങ്ങാട്ടിരി VIP സ്ട്രീറ്റിൽ പൊട്ടുത്തൊടിയിൽ പരേതനായ കുട്ടിശങ്കര പെരുമ്പറ നായരുടെയും സത്യഭാമയുടെയും മകനാണ് കണ്ണൻ. ഭാര്യ രമ്യ, മകൾ സത്യഭാമ. സംസ്കാരം വൈകിട്ട് ഞാങ്ങാട്ടിരിയിലെ വീട്ടുവളപ്പിൽ നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 30 വർഷത്തോളം വിവിധ വാടക കെട്ടിടത്തിലുണ്ടായിരുന്ന ചുടുവാലത്തൂർ 81-ാം നമ്പർ അംഗനവാടിയുടെ പ്രവർത്തനം ഇനി മുതൽ പുതിയ കെട്ടിടത്തിൽ. പ്രവർത്തന ആരംഭവും പാൽക്കാച്ചൽ ചടങ്ങും തിങ്കളാഴ്ച നടന്നു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 30 വർഷത്തോളം വിവിധ വാടക കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ചുടുവാലത്തൂർ 81-ാം നമ്പർ അംഗനവാടിയുടെ പ്രവർത്തനം ഇനി മുതൽ പുതിയ കെട്ടിടത്തിൽ. പി മമ്മിക്കുട്ടി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ച് സരസ്വതി രാമചന്ദ്രൻ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് ചുടുവാലത്തൂരിൽ പുതിയ അംഗനവാടി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ വായനശാലയും പ്രവർത്തനം ആരംഭിക്കാനുണ്ട്. കഴിഞ്ഞ നവംബർ 5-ന് പി മമ്മിക്കുട്ടി MLA കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ പ്രവർത്തനം തുടങ്ങാൻ വൈകുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ അംഗനവാടിയുടെ പ്രവർത്തനാരംഭവും പാൽക്കാച്ചൽ ചടങ്ങും നടന്നു. പ്രവർത്തനാരംഭത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല നിർവഹിച്ചു. ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള അല്ലെങ്കിൽ കുട്ടികളെ വൈകുന്നേരം വരെ ആക്കുന്ന ഒരു സ്ഥാപനം എന്നതിലുപരി ഇന്ന് അംഗനവാടിയുടെ പ്രവർത്തനങ്ങൾ വളരെയധികം വളർന്നിട്ടുണ്ട്. കൗമാരക്കാരുടെ കാര്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും കൂടി അവരെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കൗമാരക്കാർക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരം നൽകുന്നതും അതുപോലെ തന്നെ ഗർഭിണികൾക്ക് ആവശ്യമായ സഹായങ്ങൾ അല്ലെങ്കിൽ കുത്തിവെപ്പെടുത്തുന്നതിന് വേണ്ട സൗകര്യം ഒരുക്കുന്നതും അവർക്ക് പ്രസവാനന്തരം കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അനുവദിച്ചിരിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കലും എല്ലാം അംഗൻവാടി ടീച്ചർ മുഖാന്തരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ വ്യക്തിത്വങ്ങളായ കൗൺസിലർ വിനോദ്, മുൻ കൗൺസിലർ ലത, സ്ഥലം വിട്ടു നൽകിയ സരസ്വതി, കോൺട്രാക്ടർ മുസ്തഫ, അച്ചു എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ALMSC ചെയർമാൻ അൻകുമാറിനെ ചെയർപേഴ്സൺ പൊന്നാടയണിച്ചു. അംഗനവാടി ടീച്ചർ ബിന്ദു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൗൺസിലർ വിനോദ്, അനിൽകുമാർ, ലത, സരസ്വതി, മുസ്തഫ, വിദ്യ തുടങ്ങിയവർ സംസാരിച്ചു. US അധിനിവേശത്തിനെതിരെ ഷൊർണൂരിൽ CPM പ്രതിഷേധ പ്രകടനം നടത്തി. വെനസ്വേല പ്രസിഡന്റിനെ ബന്ദിയാക്കിയ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധം. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ടൗണിൽ സമാപിച്ചു. ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, LC അംഗങ്ങളായ MK രാമചന്ദ്രൻ, സൗമ്യ എന്നിവർ നേതൃത്വം നൽകി. നിർധന കുടുംബത്തിലെ കൈത്താങ്ങായ ഓട്ടോ ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാൻ നാട് ഒരുങ്ങുന്നു. മണ്ണൂർ അത്തിക്കൽ വീട്ടിൽ സുലൈമാൻ എന്ന 53-കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ നാടാകെ കൈകോർത്ത് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സുലൈമാൻ്റെ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഫണ്ട് സ്വരൂപിക്കുന്നതിനായാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലെ ഓട്ടോ തൊഴിലാളിയായിട്ടുള്ള എന്ന സുലൈമാൻ ലിവറുമായി ബന്ധപ്പെട്ടുള്ള അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അമൃത ആശുപത്രി ട്രീറ്റ്മെൻറ്റാണ്. വളരെ വലിയ ഒരു ഭാരിച്ച ചിലവാണ് ആ അസുഖത്തിന്. ഡോക്ടർമാർ പറഞ്ഞത് ഏകദേശം 40 ലക്ഷത്തോളം രൂപ ചിലവ് വരും. എന്നാൽ ആ കുടുംബത്തിന് വളരെ സാധാരണക്കാരായ നിരാലംബരായ നിർദ്ധരായ കുടുംബം, ആ കുടുംബത്തിന് 40 ലക്ഷം രൂപ സ്വരൂപിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസം. അതുകൊണ്ട് തന്നെ ഇന്ന് കണ്ണൂർ പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയത്തിന് അതീതമായി വ്യാപാരി വ്യവസായികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ഈ ചികിത്സാ ധനസഹായം കമ്മിറ്റി രീതിയിൽ ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തെ സഹായിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്ന് കമ്മിറ്റി രൂപീകരിച്ചത്. അതിൻ്റെ ചെയർമാനായിട്ട് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റും അതിൻ്റെ കൺവീനറായിട്ടും ആ 3-ാം വാർഡിലെ മെമ്പർ ആയിട്ടുള്ള ഇവരെയും തീരുമാനിച്ചിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. 3 വർഷത്തോളമായി സുലൈമാൻ ചികിത്സയിലാണ്. നിലവിൽ ലിവർ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. വർഷങ്ങളായി ഓട്ടോ ഓടി കുടുംബം പുലർത്തുന്ന ഇദ്ദേഹം 3 വർഷമായി ജീവിതം തന്നെ ഏറെ പ്രയാസത്തിലാണ്. ശസ്ത്രക്രിയയ്ക്ക് 40 ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ജീവൻ രക്ഷിക്കാൻ വരും ദിവസങ്ങളിൽ അക്കൗണ്ട് തുറന്ന് ചികിത്സാ സഹായനിധിയുടെ പ്രവർത്തനം തുടങ്ങും. ഇതിൻ്റെ ഭാഗമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി ചെയർമാനും വാർഡംഗം K ശ്രീദേവി കൺവീനറായും പഞ്ചായത്ത് അംഗം PM അൻവർ സാദിഖ് ട്രഷററായും ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ TR ശശി അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ, ജീവകാരുണ്യ പ്രവർത്തകനായ സുഭാഷ് മങ്കര, PM യൂസഫ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ തങ്കപ്പൻ, VM അൻവർ സാദിഖ്, PK അശ്വജിത്ത്, SJN നജീബ്, ശ്രീദേവി, സൈനുദ്ദീൻ പത്തിരിപ്പാല, ഗിരീഷ് പാലേരി, സുരേഷ് ബാബു, MK മനോജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ജീവകാരുണ്യ പ്രവർത്തകർ, ഓട്ടോ ഡ്രൈവർമാർ, വിവിധ സന്നദ്ധ സംഘടനകൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ക്ഷേത്ര കമ്മിറ്റി തുടങ്ങിയവർ പങ്കെടുത്തു. ഓട്ടോ ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകൾ കനിയണമെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചു. ഉടൻ തന്നെ അക്കൗണ്ട് തുടങ്ങി പ്രവർത്തനം തുടങ്ങും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നേമത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ നിലപാട് വ്യക്തമാക്കി മന്ത്രി വി ശിവൻകുട്ടി. മത്സരിക്കാനില്ലെന്ന നിലപാട് വ്യക്തിപരം. പാർട്ടി തീരുമാനം എന്താണോ അത് അനുസരിക്കും. പുനർജനി ഭവന നിർമ്മാണ പദ്ധതി കേസിൽ പ്രതിപക്ഷ നേതാവിനെ ശരിക്കും പേടിക്കേണ്ടി വരുമെന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും വി ശിവൻകുട്ടി. CPIക്കെതിരെ ആഞ്ഞടിച്ച് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയ്കുമാർ. കേരളത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു വാർഡിൽ പോലും ജയിക്കാത്ത CPI ഉത്തരം താങ്ങുന്ന പല്ലി എന്ന പരിഹാസം. ബിനോയ് വിശ്വം പലപ്പോഴും തരം താഴ്ന്ന പ്രസ്താവനകൾ ഇറക്കുന്നു. മണ്ണൂരിലുണ്ടായ തിരിച്ചടി CPI പാഠമാക്കണമെന്നും S അജയ്കുമാർ. വരോടെ വീട്ടാമ്പാറയിൽ വിദ്യാർത്ഥിയുടെ കാലിന് പരിക്കേറ്റത് പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചെന്ന് പ്രാഥമിക സ്ഥിരീകരണം. വിദഗ്ധ സംഘം സ്ഫോടനമുണ്ടായ സ്ഥലത്ത് പരിശോധന നടത്തി. പാതയോരത്ത് കിടന്നിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് വീട്ടാമ്പാറ ചുങ്കത്ത് വീട്ടിൽ 11 വയസ്സുള്ള ശ്രീഹർഷനെ പരിക്കേറ്റത് ഞായറാഴ്ച വൈകിട്ട്. വലതുകാലിനെ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. INTUC സംസ്ഥാന തെരഞ്ഞെടുപ്പ് കോടതിയുടെയോ അഡ്വോക്കേറ്റ് കമ്മിറ്റിയുടെയോ മേൽനോട്ടത്തിൽ നടത്തണമെന്ന യൂണിയൻ മുൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ചിങ്ങനൂർ മനോജ്. ട്രേഡ് യൂണിയനിൽ സമാന്തര കമ്മിറ്റിക്ക് നീക്കമുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതം. സംസ്ഥാന പ്രസിഡന്റിനെതിരെ INTUCയിൽ അഫിലിയേറ്റ് ചെയ്ത പല സംഘടനകളും പ്രതിഷേധത്തിലാണെന്നും ചിങ്ങനൂർ മനോജ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.